ഇനിയിപ്പോൾ 99,000 യോജന ദൂരത്ത് നരകമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇപ്പോൾ പോയാലേ നമുക്കറിയുള്ളൂ അല്ലേ. ഭാഗവതത്തിൽ പറയണത് കൊണ്ട് ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ പോയ ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഉറപ്പുണ്ടാവുമായിരുന്നു. പക്ഷെ ആരും ഇതുവരെ പോയി വന്നിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വന്നിട്ട് പറയാമെന്ന് വെച്ചാൽ ഞാനും പോയാൽ വരലുണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ഭാഗവതത്തിലെ നരക വർണ്ണന അവിടെ കിടക്കട്ടെ. അത്രൈവ നരകസ്വർഗ. കപിലവാസുദേവൻ ദേവഹൂതിയോട് പറയുമ്പോൾ അമ്മയോട് പറയുന്ന ഒരു വാക്കുണ്ട്, അമ്മേ ചില സമയത്തൊക്കെ ഈ ലോകത്ത് തന്നെയാണ് സ്വർഗവും നരകവും എന്ന് നമുക്ക് മനസ്സിലാവുന്ന. പുറമേ സകലതരത്തിലുള്ളതായ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും മനസ്സ് ഒരാളെ വല്ലാതെ വേവലാതിപ്പെടുത്തണമെന്ന് വെച്ചാൽ അയാളുള്ളത് നരകത്തിലാണ്. പുറമേ വലിയ സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിലും മനസ്സിന് ഒരു സന്തോഷമുണ്ട് വിചാരിച്ചാൽ അയാൾ സ്വർഗത്തിലാണ്. അപ്പോൾ സ്വർഗം നരകം എന്നുള്ളത് ഒരു പരിധി വരെ നമ്മുടെ മനസ്സ് നമ്മളെ കൊണ്ടെത്തിക്കണതാണ് അല്ലേ. പാപം ചെയ്താൽ, തെറ്റ് ചെയ്തുവോ, ചുറ്റുമുള്ള ആരും അതറിയണില്ലെങ്കിലും തെറ്റ് ചെയ്തു എന്നറിയണ ഒരാളുണ്ട്. ആര്? അവനവനില്ലേ. ആ നിമിഷം മുതൽ നമ്മുടെ മനസ്സാക്ഷി അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഭയം തുടങ്ങുന്ന, തെറ്റ് തുടങ്ങിയാൽ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കള്ളന്മാരൊരു ജ്വല്ലറി മോഷ്ടിച്ചു, കുത്തി തുറന്ന് 500 പവൻ കിട്ടി. 500 പവൻ കിട്ടി ഈ കള്ളന്. പക്ഷേ അയാൾക്ക് സമാധാനം ഉണ്ടാവുമോ? ഭാര്യയ്ക്ക് ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റുമോ? അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? അപ്പോൾ എത്ര കോടികൾ കിട്ടിയാലും തെറ്റിൽ കൂടിയിട്ട് കിട്ടിയതാണെങ്കിൽ അയാൾക്ക് സമാധാനത്തിൽ പേടിയില്ലാണ്ട് അത് ഉപയോഗിക്കാൻ പറ്റുമോ? ആ സമ്പത്തിനെ ഇല്ല അല്ലേ. അപ്പം നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് നരകത്തെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. പണ്ടൊരാൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരിക്കുമ്പോൾ ഇയാളുടെ വളർത്ത് പൂച്ചയും അടുത്തേക്ക് പൂച്ച വന്നിരുന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾക്ക് കഴിക്കാൻ വെച്ച മത്സ്യത്തിൽ നിന്ന് ഒരു മത്സ്യത്തെ പൂച്ചയ്ക്ക് കൊടുത്തു. പൂച്ചയ്ക്ക് വലിയ സന്തോഷമായി. യജമാനൻ്റെ അടുത്ത് വന്ന് ആ പൂച്ച സന്തോഷത്തോടെ ആ മത്സ്യത്തെ അങ്ങനെ തിന്നുകൊണ്ടിരിക്കുക, ഒരു പേടിയും ഇല്ലാണ്ട്. അപ്പോഴാണ് ഇയാൾക്കൊരു ഫോൺ വന്നത്. ഇയാൾ ഫോൺ എടുക്കാൻ വേണ്ടി പോയി. ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും തൻ്റെ പ്ലേറ്റിലുള്ള മത്സ്യത്തെയും കാണുന്നില്ല, പൂച്ചയെയും കാണുന്നില്ല. നോക്കുമ്പോൾ ആ പൂച്ച തട്ടുംപുറത്ത് കയറിയിട്ട് ഈ മത്സ്യം തിന്നുന്നുണ്ട്. ഇപ്പം ഇയാൾ ആ പൂച്ചയോട് ചോദിച്ചു, നേരത്തെ എൻ്റെ അടുത്തിരുന്നിട്ട് ഒരു പേടിയുമില്ലാതെ മത്സ്യത്തെ തിന്ന നീയ് ഇപ്പോൾ ഈ മത്സ്യത്തെ തിന്നാൻ എന്തിനാ തട്ടുംപുറത്ത് കയറിയത്? ചോദിച്ചപ്പോൾ പൂച്ച മറുപടി പറഞ്ഞു. പൂച്ച പറയുമെന്നൊന്നും എന്നോട് ചോദിക്കരുത്, പറഞ്ഞു. എന്താ പറഞ്ഞത്? നേരത്തെ എനിക്ക് നിങ്ങൾ തന്ന മത്സ്യമായിരുന്നു ഞാൻ തിന്നത്. അത് തിന്നാൻ എനിക്ക് ആരെയും പേടിക്കണ്ട, കാരണം ഞാൻ തെറ്റല്ല ചെയ്യണത്. പക്ഷെ ഇപ്പോൾ ഞാൻ കട്ടിട്ട് തിന്നുക, ഞാൻ തെറ്റാ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തട്ടുംപുറത്ത് കയറിയത്. അപ്പം നമുക്ക് എപ്പോഴാണ് നരകത്തെ പേടിക്കേണ്ടി വരിക? നമ്മൾ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് ബോധ്യമാവുമ്പോഴാണ്. അത് ചെയ്യാതിരിക്കാൻ, അതിൽ നിന്ന് നിവൃത്തി നേടാൻ ഒരു വഴി ഈശ്വര ചിന്ത ചെയ്യാം. ഇനി തെറ്റ് ചെയ്യാത്ത ആരുമില്ല അല്ലേ. നമ്മളെല്ലാവരും ഇപ്പോൾ ശരി ചെയ്യുന്നവരൊന്നും ആവണമെന്നില്ല. അറിഞ്ഞോ അറിയാതെയോ പല തെറ്റുകളും വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളുടെ കുറവുകളൊക്കെ ഇല്ലാണ്ടാക്കാൻ ഒറ്റ വഴിയാണ് ഭാഗവതധർമ്മം അല്ലേ. വേദവ്യാസനോടും നാരദ മഹർഷി ഇതാ പറഞ്ഞത്, വേദവ്യാസ അങ്ങ് ചെയ്യേണ്ടത് പലതും ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്തോ ഒന്ന് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ അങ്ങിങ്ങനെ ടെൻഷൻ അടിക്കണത്. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, അങ്ങ് ഈശ്വരൻ്റെ കഥ പാടൂ. അപ്പോഴോ ഈ പറഞ്ഞതായ അയ്യോ ഞാനത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ, അത് ചെയ്തു പോയല്ലോ എന്നുള്ളതൊക്കെ മാറിയിട്ട് ഭഗവാനെക്കുറിച്ച് ആശ്രയിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ളതായ ധന്യത നമുക്ക് നേടാം. ഏതായാലും
വിവിധ തരത്തിലുള്ള നരകയാതനകളെക്കുറിച്ച് പരീക്ഷത്തിൻ്റെ മുൻപിൽ ശുഗബ്രഹ്മർഷി പാടി നിർത്തിയപ്പോൾ പരീക്ഷത്തിൻ്റെ സംശയമാണ്, ഗുരുനാഥ, ഈ അറിയാണ്ടും അറിഞ്ഞിട്ടും ചെയ്തതിനൊക്കെ നരകത്തിൽ പോണ്ടി വരും എന്ന് പറയുകയാണെങ്കിൽ തെറ്റ് ചെയ്യാത്ത, പാപം ചെയ്യാത്ത ആരാ ഈ ലോകത്തുള്ളത്? അല്ലേ? കൊതുകിനെ കൊന്നാൽ നരകം, ഉറുമ്പിനെ ചവിട്ടിയാൽ നരകം, കളവ് പറഞ്ഞാൽ നരകം. അല്ലേ? ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ആരെങ്കിലും ഇതുവരെ ഉണ്ടോ ഈ ലോകത്ത്? കൊതുകിനെ കൊന്നാൽ നരകം. ഇന്നിപ്പോൾ രാവിലെ എത്ര എണ്ണത്തിൻ്റെ കഥ കഴിച്ചിട്ടുണ്ടാവും നമ്മൾ? ഇനി ആയിട്ടില്ല, കുറച്ച് സന്ധ്യ ആകുമ്പോൾ കൂടും. അല്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത്, പാപമാണ് എന്നറിഞ്ഞാലും നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കളവ് പറയാൻ പാടില്ല. അല്ലേ? കളവ് പറയാൻ പാടുണ്ടോ? അറിയില്ല. കളവ് പറയാൻ പാടുണ്ടോ? കളവ് പറയാൻ പാടുണ്ടോ? പാടില്ല. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇതുവരെ കളവ് പറയാത്ത ആളുണ്ടോ?